ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ പറ്റിയാണ്. രണ്ട് തരത്തിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം. എക്യൂട്ട് ആയിട്ട് സംഭവിക്കാം, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഉണ്ടാകാം. എക്യൂട്ട് ആയിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് നമുക്ക് അസ്വസ്ഥതകൾ, യൂറിൻ അടിവയറ്റിലെ വേദന, അല്ലെങ്കിൽ പനി വരുന്നത് പോലെ വിറയ്ക്കുന്നു, പിന്നെ അതേപോലെ തന്നെ യൂറിൻ ഭയങ്കര ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ചെറിയൊരു റെഡ് ടിന്റ്, ഇങ്ങനെയൊക്കെ കാണുക. ഇതാണ് അക്യൂട്ട് ഇൻഫെക്ഷനിൽ പെട്ടെന്ന് ഉണ്ടാകുന്നത്. നമ്മൾ പെട്ടെന്ന് മരുന്നെടുക്കുന്നു, ശരിയാക്കുന്നു. ഇതാണ് അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ക്രോണിക് ഇൻഫെക്ഷൻ, UTIയിൽ തന്നെ ക്രോണിക് ആയിട്ട് വരുന്ന കേസുകളിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ മരുന്ന് കഴിക്കുന്നു, കുറച്ച് ദിവസത്തിന് ആശ്വാസമുണ്ട്, പിന്നെ വീണ്ടും അതുപോലെ തന്നെ കാണിക്കുന്നു. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയാകാം. അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷന്റെ മരുന്ന് കഴിക്കുമ്പോഴും നമുക്ക് ഒരു അസ്വസ്ഥത, യൂറിൻ പാസ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യണം എന്ന തോന്നൽ, ചെറിയൊരു വയറിലെ വേദന, എപ്പോഴും ഒരു ഉൾക്കുളിര്, പനി വരുന്ന പോലെ, ഇങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകൾ തുടർന്ന് കാണിക്കുക. ഇങ്ങനെയാണ് ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ്, ലക്ഷണങ്ങളും എങ്ങനെ നമുക്കത് ശരിയാക്കി എടുക്കാം എന്നുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമ്മൾ എന്താണ് യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെ വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഏറ്റവും അധികം വെള്ളം കുടിക്കാത്ത ആളുകളിൽ, ഒരു 1.5 ലിറ്റർ പോലും ഒരു ദിവസം വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ നമുക്ക് ശരീരത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പല കാരണങ്ങളായിരിക്കാം, നമുക്ക് സമയമില്ല, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. വെള്ളം കുടിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ട്. അങ്ങനെ കുടിക്കാതിരിക്കുന്ന സമയത്ത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത്, ശരിയായിട്ട് യൂറിൻ പാസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഓഫീസിൽ സമയമില്ല, അല്ലെങ്കിൽ ഓഫീസിൽ വൃത്തിയില്ല. അപ്പൊ രാവിലെ പോകുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യുന്നു, പിന്നെ വൈകിട്ട് വരുമ്പോഴാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിലും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ശുചിത്വം ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, വെള്ളം ഒഴിച്ച് കഴുകുക എന്നുള്ള ഒരു പതിവ് ഇല്ലാത്ത ആളുകൾ, യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകാതെ ഇരിക്കുന്ന ആളുകളിൽ, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളിലും എല്ലാവരിലും, ആളുകൾ എന്ന് മാത്രമല്ല കുട്ടികളിലാണെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ശുചിത്വം കൂടുതലായി പോയാൽ, എല്ലാ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പിട്ട് ആ ഭാഗം കഴുകുന്ന സമയത്ത് ഡ്രൈനെസ് കൂടാനും നല്ല ബാക്ടീരിയാസ് നശിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ഇടയുണ്ട്. പിന്നെ ലൈംഗിക ബന്ധത്തിന്, അതായത് ഭാര്യ ഭർത്താക്കന്മാരിൽ ലൈംഗിക ബന്ധത്തിന് മുൻപും ശേഷവും യൂറിൻ പാസ് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. ശുചിത്വം ശരിയായിട്ട് നോക്കാത്ത ആളുകളിലും ഇതേ പ്രശ്നം തന്നെ ഈ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഹോർമോണൽ ഇംബാലൻസുകളുടെ ഭാഗമായിട്ട് പീരീഡ്സിന് മുൻപേ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ട് ചില സമയങ്ങളിൽ മെനപ്പോസ് അടുക്കുന്ന സ്ത്രീകളിലും ഇതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വളരെയധികം കോമൺ ആയിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പൊ അക്യൂട്ട് കേസസിൽ നമുക്ക് മരുന്ന് കൊടുത്തു, നമുക്ക് ആശ്വാസം വന്നു, ഇങ്ങനെയാണ്. പക്ഷെ ക്രോണിക് കേസസിൽ നമുക്ക് ഒരു വട്ടം മരുന്ന് കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. ആ സമയങ്ങളിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോമിയോ മരുന്നുകൾ പ്രകൃതം അനുസരിച്ചുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ട് ഇതിന്റെ വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും ഒക്കെ മരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ തുടർന്ന് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഇതിന് ആശ്വാസം ലഭിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം, ഒരു അടിവയറ്റിലെ വേദന, അല്ല യൂറിൻ എപ്പോഴും പാസ് ചെയ്യണം എന്നുള്ള തോന്നല്, യൂറിൻ ഡാർക്ക് യെല്ലോ ആയിട്ട് പോകുന്നു, യൂറിൻ ഒരു മണം, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ തുടർന്ന് കാണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ്, അതായത് ഇമ്മ്യൂണിറ്റി തടുക്കുന്ന രീതിയിലുള്ള, ഇമ്മ്യൂണിറ്റി മോശമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണോ, ഇക്കോളൈ പോലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ശരീരത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകളും കൂടി എടുക്കേണ്ടതാണ്. തുടർന്ന് നമ്മൾ ഈ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകളും കൂടി എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ബെറ്റർ ആവും. മാത്രമല്ല, ഇങ്ങനെ ക്രോണിക് ആയിട്ട് ചെയ്യുന്ന ആളുകളിൽ നിർബന്ധമായിട്ടും ധാരാളം വെള്ളം കുടിക്കാനും, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകുക, ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക, യൂറിൻ പിടിച്ചു നിർത്താതെ ശരിയായിട്ടുള്ള സമയങ്ങളിൽ ഒഴിച്ച് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുൻപും കഴിഞ്ഞും യൂറിൻ പാസ് ചെയ്യുക, വൃത്തിയായി സൂക്ഷിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രവണത, UTI, യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ള പ്രവണത ശരീരത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.